നമസ്കാരം. മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രമാണ് അഷ്ടാക്ഷരി മന്ത്രം അഥവാ അഷ്ടാക്ഷര മന്ത്രം. ഓം നമോ നാരായണായ എന്ന 8 അക്ഷരങ്ങളടങ്ങിയ മന്ത്രമായതിനാലാണ് ഈ നാമം ലഭിച്ചത്. സിദ്ധമന്ത്രമാണിത്. സിദ്ധമന്ത്രങ്ങൾ ജപിക്കുന്നതിന് ഗുരുമുഖത്തു നിന്നും ഉപദേശം സ്വീകരിക്കേണ്ടതില്ല എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. മന്ത്രങ്ങളെല്ലാം ഓം എന്ന പ്രണവമന്ത്രം ചേർത്താണ് ജപിക്കാറ് പതിവ്. ആ, ഉ, മ എന്നീ അക്ഷരങ്ങൾ ചേർത്താണല്ലോ ഓം എന്ന അക്ഷരം രൂപം കൊണ്ടിരിക്കുന്നത്. ഇതിൽ ആ വിഷ്ണുവിനെയും, ഉ ശിവനെയും, മ ബ്രഹ്മാവിനെയും സൂചിപ്പിക്കുന്നു. ഓംകാര മന്ത്രം കൂടി ചേർന്നാലേ അഷ്ടാക്ഷരി മന്ത്രത്തിൽ 8 അക്ഷരം ആകുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഓംകാരം അഷ്ടാക്ഷരി മന്ത്രത്തിലെ അവിഭാജ്യ ഘടകമാണ്. അഷ്ടാക്ഷരി മന്ത്രത്തിലെ ഓരോ അക്ഷരവും അഷ്ടപ്രകൃതികളെയാണ് സൂചിപ്പിക്കുന്നത്. പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയും മനസ്സ്, ബുദ്ധി, ചിന്ത എന്നിവയും ചേർത്ത് പറയുന്നതാണ് അഷ്ടപ്രകൃതി. അതിനാൽ ഈ മന്ത്രം ഭക്തിയോടെ ജപിച്ചു പോന്നാൽ അഷ്ടപ്രകൃതികൾ നമുക്ക് അനുകൂലമാകും. ജീവിതത്തിൽ മനഃശാന്തിയും നന്മയും രോഗശാന്തിയും ലഭിക്കുകയും ചെയ്യും. സർവ്വ ഐശ്വര്യങ്ങളുടെയും കാരകനായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു വേണം ഈ മന്ത്രം ജപിക്കാൻ. അഭിഷ്ടസിദ്ധിക്കായി നിത്യേന 108 തവണ ജപിക്കുന്നതാണ് ഉത്തമം. വ്യാഴദശാകാല ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ ഏറ്റവും ഉത്തമ മാർഗമാണ് അഷ്ടാക്ഷരി മന്ത്രജപം. ഒരു വ്യക്തി നിത്യേന അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണായ എന്ന മന്ത്രം നിത്യേന ജപിച്ചാൽ ആ വ്യക്തിയുടെ സകല പാപങ്ങളും കഴുകിക്കളയുവാൻ സാധിക്കും. ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.